വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. രണ്ടുപേര് കാണുമ്പോൾ, പുതിയതായിട്ട് കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും അതിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ആൻസറും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഹിന്ദിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ആൻസറുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്തായാലും ചോദിക്കാൻ നിങ്ങളുടെ പേരെന്താണ് എന്നായിരിക്കും. നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കാൻ നമുക്ക് തുമ്ഹാര നാം ക്യാ ഹെ എന്ന് ചോദിക്കാം. തുമ്ഹാര നാം ക്യാ ഹെ. ഇതിന് നമുക്ക് കൂടുതലായിട്ടും കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ തുമ്ഹാര നാം ക്യാ ഹെ എന്ന് ചോദിക്കാറില്ല. പകരം എന്താ ചോദിക്കാം, താങ്കളുടെ പേര് എന്താണ് എന്നതിന് ആപ്കാ നാം ക്യാ ഹെ എന്ന് ചോദിക്കാം. ഇനി നിങ്ങളുടെ പേര് എന്നാണെങ്കിലോ സെയിം ഏജിലുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ആപ്പ് എന്നൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കാൻ നമുക്ക് തുമ്ഹാര നാം ക്യാ ഹെ എന്ന് ചോദിക്കാം. ഇനി ഇതിന് നമുക്കൊരു മറുപടി കൊടുക്കണം. എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറയണം നമുക്ക്. ഇതെങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിലും പറയാ? മേരാ നാം, എൻ്റെ പേര് ഇപ്പോൾ നെജ്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണവും എൻ്റെ പേര് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് നെജ്ല എന്നാണ്. ഇത് നമുക്ക് ഹിന്ദിയിൽ മേരാ നാം നെജ്ല ഹെ എന്ന് പറയാം. മേരാ നാം നെജ്ല ഹെ. ഇനി അതല്ല, ഞാൻ സിമ്പിളായിട്ട് പറയാണ്, ഞാൻ നെജ്ലയാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ ആം നെജ്ല എന്ന് പറയാം. ഞാൻ നെജ്ലയാണ് എന്ന് പറയാൻ നമുക്ക് ഹിന്ദിയിൽ മേ നെജ്ല ഹു എന്ന് പറയാം. മേ എന്ന് സെൻറ്റൻസിൻ്റെ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഹു എന്നാണ് വരേണ്ടത്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. മേ നെജ്ല ഹു. ഇനി അതല്ല, മേര എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മേരാ നാം നെജ്ല ഹെ. ഇനി അവിടെ പുരുഷന്റെ പേരായാലും സ്ത്രീയുടെ പേരായാലും മേരാ നാം എന്ന് തന്നെയാണ് വരുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കാം. താങ്കൾ എന്താണ് ചെയ്യുന്നത്? താങ്കൾ എന്ത് ചെയ്യുകയാണ്? എന്താണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ജോബ് ചെയ്യുകയാണോ എന്ന് ചോദിക്കാൻ ആപ് ക്യാ കർത്തേ ഹെ എന്ന് ചോദിക്കാം. ആപ് ക്യാ കർത്തേ ഹെ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളൊരു സെയിം ഏജിലുള്ള ഒരാളാവുമ്പോൾ തും ക്യാ കർത്തേ ഹോ എന്ന് ചോദിക്കാം. തും വന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസ് എൻഡ് ചെയ്യുമ്പോൾ ഹോ ആണ് വരുന്നത്. തും ക്യാ കർത്തേ ഹോ, നീ എന്താണ് ചെയ്യുന്നത്? നീ ഇപ്പം എന്താ ചെയ്യുന്നത്? തും ക്യാ കർത്തേ ഹോ. അപ്പം നമുക്കതിന് മറുപടി കൊടുക്കണം. ഇപ്പം ഞാനാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ് എന്ന് പറയാൻ മേ ഏക് ടീച്ചർ ഹു എന്ന് പറയാം. മേ ഏക് ടീച്ചർ ഹു. അല്ലെങ്കിൽ മേ ഏക് അധ്യാപിക ഹു. മേ ഏക് ടീച്ചർ ഹു, മേ ഏക് അധ്യാപിക ഹു. അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയാൻ മേ ഏക് സ്റ്റുഡൻറ് ഹു, മേ ഏക് ഛാത്ര ഹു. സ്റ്റുഡൻറ് എന്നതിൻ്റെ ഹിന്ദി ഛാത്ര എന്നാണ്. സ്ത്രീ ആവുമ്പോൾ ഛാത്ര, പുരുഷനാണെങ്കിൽ ഛാത്ര. മേ ഏക് ഛാത്ര ഹു, മേ ഏക് ഛാത്ര ഹു. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കാം. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് എത്ര വയസ്സായി? ആപ് കിത്നെ സാൽ കാ ഹെ. ആപ് കിത്നെ സാൽ കാ ഹെ, താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാൻ ആപ് കിത്നെ സാൽ കാ ഹെ എന്ന് ചോദിക്കാം. ഇതിനൊരു മറുപടി ആയിട്ട് നമുക്ക് പറയണം, എനിക്ക് ഇത്ര വയസ്സായി. ഞാനിപ്പോൾ 24 വയസ്സായി, എനിക്ക് 24 വയസ്സായി എന്ന് പറയാൻ നമുക്ക് ഹിന്ദിയിൽ മേ 24 സാൽ കാ ഹൂ എന്ന് പറയാം. മേ 24 സാൽ കാ ഹൂ, മേ 24 സാൽ കാ ഹൂ. അല്ലെങ്കിൽ 20 വയസ്സായി എന്നാണ് പറയേണ്ടതെങ്കിൽ മേ 20 സാൽ കാ ഹൂ. 20 എന്നാണ് 20ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു 30 വയസ്സാണ് എന്നാണെങ്കിൽ മേ 30 സാൽ കാ ഹൂ എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിന് ആപ് കഹാ രഹത്തെ ഹെ. ആപ് കഹാ രഹത്തെ ഹെ എന്ന് ചോദിക്കാം. താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്. ഇനി അത് നമ്മളുടെ സെയിം ഏജിലുള്ള ഒരാളോടാവുമ്പോഴോ നീ എവിടെയാണ് താമസിക്കുന്നത്? തും കഹാ രഹത്തെ ഹോ എന്ന് ചോദിക്കാം. തും കഹാ രഹത്തെ ഹോ. അപ്പം നമുക്ക് മറുപടി കൊടുക്കണം. ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്, എൻ്റെ വീട് കേരളത്തിലാണ്. അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്നാണ്, മേ കേരൾ സെ ഹു. അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ നിന്നാണ്, മേ ദില്ലി സെ ഹു. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്, മേ കാലിക്കറ്റ് സെ ഹു എന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിൽത്തെ ഹെ അഗ്ലേ വീഡിയോ മേ തബ് തക് കെ ലിയെ ബൈ ബൈ.